Meet the editors. പെരിയ ഇരട്ടക്കൊലക്കേസിലെ CBI കോടതിയുടെ വിധി സർക്കാരിനെ തടിയോ എന്നാണ് ചോദ്യം. പെരിയ ഇരട്ടക്കൊലക്കേസിലെ CBIയുടെ വിധി സർക്കാരിന് ഏറ്റടിയോ എന്നാണ് ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ, 6 വർഷത്തിന് ശേഷമാണ് വിധി വരുന്നത്. അതെ, സിംഗിൾ ബെഞ്ച് ഈ കേസ് പരിഗണിക്കുമ്പോൾ സിംഗിൾ ബെഞ്ച് അന്ന് നടത്തിയ നിരീക്ഷണം എന്ന് പറയുന്നത് CPM നേതാക്കളുടെ പ്രതികരണങ്ങൾ വേദവാക്യമായി എടുത്താണോ അന്വേഷണം നടത്തുന്നത് എന്നാണ്. അന്ന് കുറ്റപത്രം റദ്ദാക്കി. ഒരുപക്ഷെ നമ്മളുടെ പോലീസിൻ്റെ ചരിത്രത്തിൽ, അന്വേഷണത്തിൻ്റെ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് ഒരു പോലീസ് ക്രൈംബ്രാഞ്ച് കൊണ്ടുവന്നൊരു കുറ്റപത്രം തന്നെ റദ്ദാക്കുന്നത്. പിന്നീട് ആ കുറ്റപത്രം പുനഃസ്ഥാപിക്കുന്നു ഡിവിഷൻ ബെഞ്ച്. പക്ഷേ CBIക്ക് വിടണമെന്നുള്ള കുടുംബത്തിൻ്റെ ആവശ്യം അംഗീകരിക്കുന്നില്ല. അതിന് സർക്കാർ പൊതുഖജനാവിൽ നിന്ന് പണമെടുത്ത് കോടതിയിൽ പോകുന്നു, സുപ്രീം കോടതി വരെ പോകുന്നു. ഒടുവിലിപ്പോൾ കനത്ത പ്രഹരം. CBI കോടതിയുടെ വിധി KV കുഞ്ഞിരാമനടക്കം പ്രതികൾ. സർക്കാരിനേറ്റ പ്രഹരമാണ്. നിശ്ചയമായും ഇത് സർക്കാരിനേറ്റ പ്രഹരമാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അത് പൊതുവിൽ കേരളത്തിലും അങ്ങനെ തന്നെയായിരിക്കും ഒരു അഭിപ്രായം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇക്കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സർക്കാർ ആർക്കൊപ്പം നിലപാടെടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. സർക്കാരിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? നമുക്കറിയാമല്ലോ, ഒരു സർക്കാരുകളെ ഉണ്ടാക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളാണ്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികളാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ആ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ചേർന്നാണ് സർക്കാർ ഉണ്ടാക്കുന്നത്. സ്വാഭാവികമായും ആ സർക്കാരിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ അർത്ഥത്തിൽ ഇപ്പോൾ ഇടതുപക്ഷ സർക്കാരാണ് ഭരിക്കുന്നത്. ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ ഇടതുപക്ഷം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു കേസിൽ അവിടെ വളരെ നിഷ്കളങ്കമായി അതിനെയൊക്കെ മറികടന്നുകൊണ്ട് വളരെ ഉയർന്നൊരു ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ സർക്കാരുകൾ പ്രവർത്തിക്കും. അത് ഏത് സർക്കാരും പ്രവർത്തിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ഈ കേസിൽ എന്താണ്, ഇരട്ടക്കൊലപാതകം പെരിയയിൽ നടന്ന കേസ്, അത് വലിയൊരു വിവാദമായിരുന്നല്ലോ. കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകം തന്നെയാണ് 2 ചെറിയ പിള്ളേരുടെ കൊലപാതകം എന്ന് പറയുന്നത്. അവരുടെ അച്ഛനമ്മമാരൊക്കെ എല്ലാ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. ഓരോ കോടതി കയറി ഇറങ്ങുമ്പോഴും അവരൊക്കെ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് ഇന്നും ആ അമ്മമാരുടെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടതാണ്. ആ അമ്മമാരുടെ മാത്രം ദുഃഖമായിരുന്നില്ല, മക്കളെ പ്രസവിച്ചിട്ടുള്ള എല്ലാ അമ്മമാർക്കും ഉണ്ടാകാവുന്ന ദുഃഖം തന്നെയാണ് പെരിയ ഇരട്ട കൊലപാതകത്തിൻ്റെ കാര്യത്തിലും കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. നമുക്ക് നമ്മുടെ നാട്ടിനെക്കുറിച്ച് ഉള്ളൊരു അപമാനകരമായ കാര്യമെന്ന് പറയുന്നത്, ഇത്രയേറെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ സംഭവിക്കുന്ന മറ്റൊരു സംസ്ഥാനം കാണില്ല. അത്രയേറെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചരിത്രം കേരളത്തിനുണ്ട്. അത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. അതിൽ ഒരു പാർട്ടിയും അപവാദവുമല്ല. അത് CPM മാത്രം ചെയ്യുന്നൊരു കാര്യമല്ല, RSS മാത്രം ചെയ്യുന്നൊരു കാര്യമല്ല, കോൺഗ്രസ് മാത്രം ചെയ്യുന്നൊരു കാര്യമല്ല. കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കെല്ലാം വളരെ വലിയ പങ്കുണ്ട്. ഒരു രാഷ്ട്രീയ കൊലപാതകവും ഇന്നുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഏറ്റെടുത്തിട്ടുമില്ല. ഞങ്ങളാണ് ആ രാഷ്ട്രീയ കൊലപാതകം നടത്തിയതെന്ന് ഇതുവരെ CPM പറഞ്ഞിട്ടില്ല, കോൺഗ്രസും പറഞ്ഞിട്ടില്ല, BJPയും പറഞ്ഞിട്ടില്ല, RSSും പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ കൊലപാതകങ്ങളിൽ കൊല്ലപ്പെടുന്ന ആളുകളെ രക്തസാക്ഷികളായിട്ട് ഓരോ രാഷ്ട്രീയ പാർട്ടിയും ഏറ്റെടുക്കുകയും അവർക്ക് സ്മാരകങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നൊരു പതിവ് കേരളത്തിൽ കാലങ്ങളായിട്ട് നിലനിൽക്കുന്നുമുണ്ട്. ഇവിടെ നോക്കൂ, ഇപ്പോൾ 2 പേർ കൊല്ലപ്പെട്ടു. ആ 2 പേർ കൊല്ലപ്പെട്ടപ്പോൾ സ്വാഭാവികമായും അന്ന് അവിടെ പ്രതിസ്ഥാനത്ത് വന്ന് നിൽക്കുന്ന ആളുകളെന്ന് പറയുന്നത് അവിടുത്തെ CPMൻ്റെ പ്രവർത്തകർ തന്നെയാണ്. ഇന്നിപ്പോൾ ഈ കോടതി വിധി വരുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യമാണല്ലോ, CPMുമായിട്ട് വളരെ ഗാഠമായ ബന്ധമുള്ള ആളുകൾ തന്നെയാണ് ഇതിനകത്ത് പ്രതിയേർക്കപ്പെട്ടിരിക്കുന്നതും ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നതും. അതൊരു മുൻ MLA ആണ്. അതുപോലെ തന്നെ ലോക്കൽ സെക്രട്ടറിമാരുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നവരുണ്ട്, ഏരിയ സെക്രട്ടറിമാരായി പ്രവർത്തിച്ചവരുണ്ട്. അതൊക്കെ വളരെ ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ആ പാർട്ടിയുമായിട്ടുള്ള കണക്ഷൻ. പക്ഷേ പാർട്ടി ഒരിക്കലും ഞങ്ങളാണ് ഈ കൊലപാതകം നടത്തിയെന്ന് സമ്മതിക്കത്തില്ല. എന്നാൽ ഇവരെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും വക്കീലന്മാരെ വെക്കുകയും എല്ലാ കോടതികളും കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുന്നത് പാർട്ടികളുടെ ഒരു രീതിയുമാണ്. ഇവിടെ നമ്മൾ പാർട്ടിയെ മാറ്റിവെച്ചാൽ സർക്കാരിൻ്റെ പ്രവർത്തനത്തെയാണ് ഏറ്റവും പ്രധാനമായി നോക്കിക്കാണുന്നത്. സർക്കാർ ആർക്കൊപ്പം നിലനിൽക്കണം, നിലപാടെടുക്കണം എന്നാണല്ലോ ഇതിനകത്ത് സുപ്രധാനമായ ചോദ്യം. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, സർക്കാർ ഇക്കാര്യത്തിൽ ഇരകളുടെ ഭാഗത്തായിരുന്നില്ല എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അതെൻ്റെ മാത്രം ഒരു അഭിപ്രായമായിട്ടല്ല ഞാൻ കാണുന്നത്. കേരളത്തിൽ അന്ന് അങ്ങനെ ഒരു പൊതുവികാരം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ആ വികാരം ഉണ്ടായത്? ഇപ്പോൾ അവിടെ പെരിയ ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തെക്കുറിച്ച് ആദ്യം മുതൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ആ അഭിപ്രായ വ്യത്യാസങ്ങളാണ് കോടതിയിൽ വന്നപ്പോൾ കോടതിയും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യത്തെ ജഡ്ജിയുടെ ചോദ്യം ഉണ്ടായത്. അത്ര കടുപ്പിച്ചൊരു ചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമായിരുന്നു എന്നുള്ളത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. അന്ന് ആ കുറ്റപത്രം റദ്ദാക്കിയെങ്കിലും ഡിവിഷൻ ബെഞ്ചിൽ പോകുമ്പോൾ, സർക്കാർ അപ്പീൽ പോകുമ്പോൾ ആ കുറ്റപത്രം പുനഃസ്ഥാപിക്കുന്നുണ്ട്. എന്നാൽ ആ കുറ്റപത്രം പുനഃസ്ഥാപിച്ചുകൊണ്ട് തന്നെ ഒരു തുടരന്വേഷണം വേണമെന്ന് ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെടുകയാണ്. CBI അന്വേഷണം എന്ന് പറയുന്ന സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയെ ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് കോടതി അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്? ആ അന്വേഷണം കോടതിയെ സംബന്ധിച്ച് തൃപ്തികരമായിരുന്നില്ല. ഇപ്പോൾ PP ദിവ്യയുടെ കേസുണ്ടല്ലോ, ഈ PP ദിവ്യയുടെ കേസിനകത്തും ഇതുപോലെ തന്നെ CBI അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് നവീൻ ബാബുവിൻ്റെ കുടുംബം. അതേ സംബന്ധിച്ച് കോടതി ഉടനെ ഒരു ഉത്തരവ് പറഞ്ഞിട്ടില്ല. അവിടെ
കോടതി ചില ചോദ്യങ്ങൾ പിന്നെ നവീൻ ബാബുവിൻ്റെ പിന്നെ ഭാര്യയോട് ചോദിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഈ വന്ന് നിന്ന കൃപേഷിൻ്റെയും പിന്നെ ശരത് ലാലിൻ്റെയും അമ്മമാരുടെ കണ്ണീര് കണ്ടുകൊണ്ട് വൈകാരികമായി കോടതി എടുത്തൊരു തീരുമാനമായിരുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറിച്ച് ആ അന്വേഷണത്തിൽ പിഴവുകളുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സിംഗിൾ ബെഞ്ചും പിന്നീട് ഡിവിഷൻ ബെഞ്ചും CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഏറ്റവും പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയും അത് തന്നെ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന അന്വേഷണത്തെ സംബന്ധിച്ച് കോടതിക്ക് സംശയമുണ്ട് എന്നുള്ളതാണല്ലോ. കോടതി നമുക്ക് ഈ പറയുന്ന രാഷ്ട്രീയ വാഗ്വാദങ്ങൾക്കൊക്കെ അപ്പുറത്തുള്ള ഒരു നീതി നിർവഹണ സംവിധാനമാണ്. അവർക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടില്ല ഈ കേസ് അന്വേഷണം നന്നായി നടന്നു എന്നുള്ളത്. കേസ് അന്വേഷണത്തിന് എല്ലാ ഘട്ടങ്ങളിലും നോക്കൂ, പല തരത്തിൽ ഈ പറയുന്ന CPMമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ രക്ഷപ്പെടുത്താനോ ഉള്ള ശ്രമങ്ങൾ അന്വേഷണ ഏജൻസികൾ, അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തിയിരുന്നു എന്നുള്ളത് ശക്തമായ ആരോപണമായിട്ട് ആ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. രക്തസാക്ഷികളാകപ്പെട്ട ആ ആളുകൾ പ്രവർത്തിച്ചിരുന്ന പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന രണ്ട് തവണ അന്വേഷണ സംഘത്തെ മാറ്റി തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ആ അന്വേഷണ സംഘത്തിൻ്റെ തെളിവ് ശേഖരണത്തെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒടുവിൽ CBI രംഗത്ത് വരുന്നതെന്ന് പറയുന്നത് 2 വർഷങ്ങൾക്ക് ശേഷമാണ്. 2 വർഷത്തിന് ശേഷമുള്ള നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് CBI വരുന്നത്. നോക്കൂ, ഈ 2 വർഷം എന്ന് പറയുന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനമാണ്. ആ 2 വർഷത്തിനുള്ളിൽ എത്ര സാക്ഷികളെ കൂറുമാറ്റാൻ കഴിയും? അതൊക്കെ നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാവുന്ന കാര്യങ്ങളാണ്. വളരെ ലളിതമായിട്ട് 1 മാസം പോലും അന്വേഷണം ഒന്ന് നീങ്ങിക്കിട്ടിയാൽ അതിനുള്ളിൽ എത്ര സാക്ഷികൾ കൂറുമാറുന്ന കാര്യങ്ങൾ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് CBIയുടെ വരവിനെ തടയാൻ 2 വർഷമാണ് ഒരു സർക്കാർ പണിയെടുത്തത് നമ്മൾ ആലോചിക്കണം. അത് സർക്കാരാണ്, CPM അല്ല, അല്ലെങ്കിൽ കോൺഗ്രസ് അല്ല, അല്ലെങ്കിൽ BJP അല്ല, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല ഇതിൻ്റെ തടസ്സഹർജിയുമായിട്ട് പോകുന്നത്. അപ്പീലുമായിട്ട് പോകുന്നത് ആരാണ്? സർക്കാരാണ് പോകുന്നത്. സർക്കാർ പോയിട്ട് എന്താണ് പറയുന്നത്? സംസ്ഥാനത്ത് നടക്കുന്ന അന്വേഷണം പൂർണ്ണമായും തൃപ്തികരമാണ്, ഇവിടെ CBI വരേണ്ട കാര്യമില്ല എന്ന്. ഈ നിയമ പോരാട്ടം നടക്കുന്നത് വഴി ഒരു 2 വർഷമെങ്കിലും ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ സർക്കാരിന് കഴിഞ്ഞു. പക്ഷേ CBI വന്നതിന് ശേഷം ഇപ്പോൾ പറയുന്ന വാദം എന്ന് പറയുന്നത് അവർ പുതുതായി ചേർത്ത 10 പേരിൽ 4 പേർ മാത്രമേ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ, ബാക്കി ഉള്ള ആളുകളെ ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ 4 പേർ കൂടി ഉൾപ്പെടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ഈ മുൻ ഉദുമ MLA KV കുഞ്ഞിരാമൻ എന്ന് പറയുന്നയാൾ. അതൊക്കെ ഈ പാർട്ടിയുമായി വളരെ കൃത്യമായി ഈ സംഭവത്തെ കണക്ട് ചെയ്യുന്ന കാര്യമാണ്. അതൊന്നും CPMനെ പോലൊരു പാർട്ടിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, അനുവദിക്കാൻ CPM നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാരിനും കഴിയില്ല. അവരുടെ പരിമിതിയാണത്, അഥവാ അവർ നേരിടുന്ന ഒരു പ്രതിസന്ധിയോ സമ്മർദ്ദമാണത്. ഏതായാലും നമ്മൾ ഈ കേസിൽ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് CBIയുടെ വരവിനെ, ഞാൻ അതിനകത്ത് ഈ പൊതുഖജനാവിൽ നിന്ന് 1 കോടി രൂപ മുടക്കി അല്ലെങ്കിൽ 1 കോടി 10 ലക്ഷം മുടക്കി എന്നതിനൊക്കെ അപ്പുറത്ത് ഇതിൻ്റെ അകത്തൊരു ധാർമ്മിക പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ഇരകളുടെ ഒപ്പം നിൽക്കുക എന്ന് പറയുന്നത് ഒരു സർക്കാർ അതിൻ്റെ എല്ലാ രാഷ്ട്രീയ പ്രതിബദ്ധതയോ അല്ലെങ്കിൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് അങ്ങനെയൊക്കെ ഉയർന്ന നിലവാരത്തിലേക്ക് സർക്കാരുകൾ പ്രവർത്തിക്കുമോ എന്ന കാര്യത്തിലൊക്കെ എനിക്ക് സംശയങ്ങളുണ്ട്. അത് നമുക്ക് എല്ലാവർക്കുമുള്ള സംശയമാണ്. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കൊലപാതകത്തിൻ്റെ അന്വേഷണത്തെ ഒരു സുപ്രധാനമായ ഏജൻസി വന്ന് സ്വതന്ത്രമായി അന്വേഷിക്കുന്നതിന് തടസ്സം നിൽക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ തന്നെ ഖജനാവിൽ നിന്ന് പണം ചിലവഴിച്ച് അതിനൊരു വലിയ സമയപരിധി നീട്ടിക്കൊടുക്കുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 2 വർഷത്തോളം അതിനെ വൈകിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രവർത്തനമാണ് നടന്നത്. ഏതായാലും CBI വന്നത് വഴി ഒരു ഗുണകരമായ മാറ്റം അക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് അന്വേഷണത്തിൽ നിന്ന് തന്നെ വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ പറയുന്ന ആദ്യത്തെ കുറ്റപത്രത്തിലൂടെയും പിന്നീട് ആ കുറ്റപത്രം ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഏതാണ് പലരെയും ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയും വിധത്തിൽ തയ്യാറാക്കപ്പെട്ടൊരു കുറ്റപത്രമായിരുന്നു എന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി CBIയുടെ അന്വേഷണം വയ്ക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആളുകൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ആ ശിക്ഷാവിധി എന്താണെന്ന് അറിയാൻ നമ്മൾ 3-ാം തീയതി വരെ കാത്തിരിക്കണമെങ്കിൽ കൂടിയും ഇതൊരു ഒരു വലിയ വിവാദമായ കേസായിരുന്നു. ആ വിവാദമായ കേസിൽ ഇത്തരത്തിലുള്ളൊരു വിധി ഉണ്ടാകുന്ന വിധത്തിൽ അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ അന്വേഷണത്തിൽ സർക്കാർ എടുത്ത സമീപനത്തോടും സർക്കാരിൻ്റെ നടപടികളോടും വിയോജിപ്പുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇന്നത്തെ വിധി എന്ന് പറയുന്നത് സർക്കാരിനേറ്റ തിരിച്ചടിയാണ് എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. സ്മൃതി, പക്ഷേ CPM ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് ഇതിൽ പുതുതായി CBI എന്താണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്? 6 പ്രതികളെ വെറുതെ വിട്ടില്ലേ? അതിൽ CBI കൂട്ടിച്ചേർത്ത പ്രതികൾക്ക് വലിയ രീതിയിലുള്ള കുറ്റങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലല്ലോ തുടങ്ങിയ കാര്യങ്ങളാണ്. മാത്രമല്ല ടെക്നിക്കലായ ഒരുപാട് റീസണാണ് CPM പറയുന്നത്. പക്ഷേ അത് ആ കുടുംബത്തിന് ഇപ്പോഴും വിശ്വാസമാവുന്നില്ല. സർക്കാരിനേറ്റ അടിയാണ്. ആത്യന്തികമായി സർക്കാരിനേറ്റ അടി തന്നെയാണ്. ആത്യന്തികമായി ഇരകൾക്ക് എന്ത് അന്വേഷണത്തിലാണ് വിശ്വാസം? ആ വിശ്വാസത്തിനൊപ്പം സർക്കാർ നീങ്ങുക എന്നാണ് സർക്കാർ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യാതെ ഇരകൾക്ക് എതിരെയാണ് ഈ 1 കോടി 10 ലക്ഷം ചെലവഴിച്ചെങ്കിൽ അത് സർക്കാർ ഖജനാവിൽ നിന്ന് ഇരകളുടെ കയ്യിൽ നിന്ന് എടുത്ത നികുതി കൂടി ഉപയോഗിച്ചിട്ടാണ് എന്നുള്ള വാദമാണ് വരുന്നത്. ഇരകൾക്കെതിരെ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അവിടെയാണ് സർക്കാരിന് വലിയ തിരിച്ചടിയാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് CBI അന്വേഷണത്തെ സർക്കാർ ഭയക്കുന്നത്? അപ്പുറത്ത് പാർട്ടി
പ്രതിസ്ഥാനത്ത് വരിക അല്ലെങ്കിൽ പാർട്ടി നേതാക്കൾ പ്രതിസ്ഥാനത്ത് വരുന്ന കേസുകളിലെല്ലാം CBI അന്വേഷണത്തെ എതിർക്കുന്ന സമീപനമാണ് എല്ലാ കാലത്തും CPM സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ കേസിലും അതുതന്നെയാണ് എടുത്തിരിക്കുന്ന സമീപനം എന്നുള്ളതാണ്. ഇതിലിപ്പോൾ 14 പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തുന്നു. 10 പേരെ വെറുതെ വിട്ടു. അതിൽ 6 കൊല്ലം ജയിലിൽ കിടന്ന 10 പേരെയാണ് ഇപ്പോൾ പുറത്തു വിട്ടിരിക്കുന്നത്. അപ്പോൾ CBI എന്താണ് കൂടുതലായി ചെയ്തത് എന്ന ചോദ്യം പാർട്ടിയോട് അന്വേഷിക്കുന്നു. പക്ഷേ പാർട്ടി ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിച്ചതെന്ന ചോദ്യം അവിടെ ഉണ്ടല്ലോ. ഇതിൽ 1 മുതൽ 8 വരെ പ്രതികൾ കൊലപാതകം, ഗൂഢാലോചന എന്നിവയിൽ പങ്കുള്ളവരാണ്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLAയുമായ KV കുഞ്ഞിരാമൻ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുന്നു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ അടക്കം ഉള്ള 24 പ്രതികളാണ്. ഇതെപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്? ഇടതു മുന്നണിയുടെ ജാഥ സംസ്ഥാനത്തിൻ്റെ 2 ഭാഗത്തു നിന്നും നടക്കുന്ന കാലത്താണല്ലോ. മഞ്ചേശ്വരത്തു നിന്നും ഒന്ന് പാറശാലയിൽ നിന്നും ആ ജാഥകൾ പുരോഗമിക്കുന്ന ഘട്ടത്തിലാണ് ഈ കൊലപാതകം, ക്രൂരമായ കൊലപാതകം. അന്ന് നാട് മുഴുവൻ ഞെട്ടിയ കൊലപാതകമാണ്. കാരണം ആ കൊലപാതകത്തിൻ്റെ ഡീറ്റെയിൽസ് പുറത്തു വന്നപ്പോൾ അത്രയ്ക്കും ക്രൂരമായിട്ട് നടന്ന കൊലപാതകമാണ്. ആ കൊലപാതക രംഗം നേരിട്ട് കണ്ട അല്ലെങ്കിൽ ആ വെട്ടേറ്റ് വീണ സഹോദരനെ കണ്ട സഹോദരിയുടെ പ്രതികരണമടക്കമെന്ന് നമ്മൾ കണ്ടതാണ്. TP കൊലപാതകത്തിന് ശേഷം നടന്നിരിക്കുന്ന അതിക്രൂരമായ രാഷ്ട്രീയ കൊലപാതകമായിട്ട് തന്നെയാണ് അന്ന് വിലയിരുത്തപ്പെട്ടത്. ഇപ്പോൾ 6 വർഷം എന്നുള്ളത് ചെറിയൊരു കാലയളവാണെന്ന് ഞാൻ പറയും. സാധാരണഗതിയിൽ ഈ കൊലപാതക കേസുകളൊക്കെ തെളിയിക്കപ്പെടാൻ അല്ലെങ്കിൽ ശിക്ഷയിലേക്കൊക്കെ പോകാൻ എത്ര സമയം എടുക്കുന്നുണ്ട്? ഇപ്പോൾ 6 കൊല്ലം കൊണ്ട് CBI അന്വേഷണത്തിലേക്ക് തന്നെ പോകാൻ കഴിഞ്ഞു എന്നുള്ളത് ആ കുടുംബത്തിന് ഒരു ഭാഗ്യമായി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കേസ് പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം UDFന് വിജയമുണ്ടാക്കുന്ന തരത്തിലേക്ക് ആ രൂപത്തിൽ അത് കേരളം ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. 19 MP-മാരെ നേടിക്കൊടുത്ത രീതിയിലേക്ക് ഈ കേസ് ആ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അന്നും പാർട്ടിക്ക് ബന്ധമില്ല എന്ന് തന്നെയാണ് പാർട്ടി പറഞ്ഞിരുന്നത്. കോടിയേരി ബാലകൃഷ്ണനാണ് അന്ന് പാർട്ടി സെക്രട്ടറി. പാർട്ടിക്ക് ബന്ധമില്ല എന്ന് പറയുന്നു. പിന്നീട് ഈ പ്രതികൾക്ക് വേണ്ടി കേസ് വാദിക്കാനടക്കം പണം പിരിക്കലടക്കം പാർട്ടി നടത്തിയിട്ടുണ്ട്. പ്രതികളെ സംരക്ഷിക്കാൻ സർക്കാർ നേരിട്ട് ഇടപെടുന്ന അടക്കം കണ്ടു. ഇതിപ്പോൾ ഒരു കേസിലല്ലോ, സമാനമായ എത്ര കേസുകൾ, അരിയൂർ ഷുക്കൂർ കേസിലും പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളാണല്ലോ അതിൽ പങ്കാളികളായിരിക്കുന്നത്. അതിൽ പ്രതി ചേർത്തലിൽ നിന്ന് അവരെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ P ജയരാജനും TV രാജേഷും ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ ആ ഹർജി കോടതി തള്ളുകയാണ്. ഇരുവർക്കും കോടതിയിൽ കുറ്റപത്രം വായിച്ചു കൊടുത്തത് കഴിഞ്ഞ ഒക്ടോബറിലാണ്. 2012 മെയ് 4 TP വധം നടക്കുന്നു. CPM ഏരിയ കമ്മിറ്റി അംഗം PK കുഞ്ഞനന്ദൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KC രാമചന്ദ്രൻ, ലോക്കൽ കമ്മിറ്റി അംഗം KK കൃഷ്ണൻ, മറ്റൊരു ലോക്കൽ കമ്മിറ്റി ജ്യോതി ബസു, ഇവരിൽ ഈ അവസാനം പറഞ്ഞ 2 പേര് അവർക്ക് ജീവപര്യന്തം വിധിച്ചിരിക്കുന്ന ഹൈക്കോടതിയാണ്. അപ്പോൾ പാർട്ടി നേതാക്കൾ പങ്കാളികളാകുന്നു, പാർട്ടിയിലെ പ്രവർത്തകർ പങ്കാളികളാകുന്നു. ഇത്തരം കേസുകളുടെ എണ്ണം, ആ കേസുകളിൽ സർക്കാർ എടുക്കുന്ന സമീപനം പ്രധാനമാണ്. TP കേസിലെ പ്രതികൾ, ആ പ്രതികൾക്ക് ജയിലിൽ ലഭിക്കുന്ന സൗകര്യങ്ങൾ എത്ര തവണ വാർത്തയായതാണ്. അവർക്ക് ഫോൺ ലഭിക്കുന്നു, അവർക്ക് രാജകീയ ജീവിതം, അവിടെ അവർക്ക് പ്രത്യേക ഭക്ഷണം, അവർ മറ്റു പ്രതികളെ ആക്രമിക്കുന്നു, ജയിൽ ജീവനക്കാരെ ആക്രമിക്കുന്നു. അതിനുശേഷം അവിടെ തന്നെ വെച്ച്, ജയിലിൽ വെച്ച് തന്നെ പുറത്ത് കൊട്ടേഷൻ കൊടുക്കുന്നതടക്കമുള്ള വാർത്തകൾ വരുന്നു. ഏറ്റവും ഒടുവിൽ വിട്ടയക്കാനുള്ള കുറേ വർഷം ശിക്ഷ അനുഭവിച്ച് വിട്ടയക്കുന്നവരുടെ പട്ടിക തയ്യാറാക്കുമ്പോൾ അതിലും TP കേസ് പ്രതികളുടെ പേര് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പദ്ധതി തയ്യാറാക്കുന്നു. ആ വിവരം ജയിൽ ജീവനക്കാരിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരുമ്പോൾ ആ ജയിൽ ജീവനക്കാരോട് പ്രതികാര നടപടി, ഇതാണ് കേരളം കണ്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ഇത്തരം കേസുകളിലും പാർട്ടി എടുക്കുന്ന നിലപാട്, കുഞ്ഞനന്ദനുമായൊക്കെ ബന്ധപ്പെട്ട് പാർട്ടി സ്വീകരിച്ച സമീപനം, അവിടെ പിണറായി വിജയനടക്കം ജയിലിൽ പോയി കുഞ്ഞനന്ദനെ കണ്ടത്, ശിക്ഷ വിധിച്ച ശേഷവും കുഞ്ഞനന്ദൻ കുറ്റക്കാരനല്ല എന്ന് തന്നെ പാർട്ടി ആവർത്തിച്ച് പറയുകയാണ്. പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടി കോടതി തീരുമാനിക്കുന്ന ഇത് മാത്രമാണ് നിലപാട്. അല്ലാതെ ഇവിടുത്തെ കോടതികൾ തീരുമാനിക്കുന്ന വിധിയെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ CBI അന്വേഷണത്തിനെതിരെ അങ്ങേയറ്റം വരെ പോവുകയാണ്. ഇപ്പോഴും ഈ വിധി ഇനി വരാനിരിക്കുന്നുള്ളൂ, ശിക്ഷ വിധിക്കാനിരിക്കുന്നേ ഉള്ളൂ. ആ ശിക്ഷയ്ക്ക് ശേഷമാണ് അടുത്ത നടപടി സ്വീകരിക്കുക എന്ന് പറയുന്നു. അപ്പോഴും നിരപരാധികൾ ഇതിലുണ്ട്. ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടവരിൽ നിരപരാധികളുണ്ട്. ഇപ്പോൾ വിധി പ്രഖ്യാപിക്കുമ്പോൾ നിരപരാധികൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് LDF കൺവീനർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടി ഇനിയും പൈസ ചെലവാക്കും, അതിൽ പൊതുഖജനാവിൽ നിന്ന് പണമെടുക്കും എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. പാർട്ടി അതിനെ ന്യായീകരിക്കുന്നത് സ്വാഭാവികമായും പാർട്ടി പ്രവർത്തകർ അതിലുണ്ടാക്കുമ്പോൾ പാർട്ടി ന്യായീകരിക്കും. സർക്കാരും അതിനൊത്തു തന്നെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുൻ അനുഭവങ്ങളും ഈ അനുഭവവും അതുതന്നെയാണ്. സർക്കാരിനേറ്റ അടിയോ എന്നാണ് ചോദ്യം. തീർച്ചയായും സർക്കാരിനേറ്റ അടി തന്നെയാണ് CBI കോടതിയുടെ വിധി എന്നുള്ളതാണ്. വസ്തുതാപരമായി നമ്മൾ സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് സർക്കാരിനേറ്റ അടിയാണ് എന്ന് നമ്മൾ പറയുന്നത്? കോടതി വിധിയിലൂടെ നമ്മളൊന്ന് സഞ്ചരിച്ചാൽ അതിൻ്റെ ഫൈനൽ ജഡ്ജ്മെൻറ്റ് നമുക്ക് 3-ാം തീയതിക്ക് ശേഷം മാത്രമേ, ശിക്ഷാവിധി പുറപ്പെടുവിക്കുന്ന ജഡ്ജ്മെൻറ്റിനോടൊപ്പം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ ഇതിൽ ഏതൊക്കെ പ്രതികൾ ഏതൊക്കെ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നതിനുള്ള കോടതി വിധി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ കോടതി വിധി പ്രകാരം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച കേസിൽ നിന്ന് വ്യത്യസ്തമായി CBI അന്വേഷിച്ചപ്പോൾ കൂട്ടിച്ചേർത്തിരിക്കുന്നത് 10 പ്രതികളാണ്. ആ 10 പ്രതികളിൽ
4 പ്രതികളെ മാത്രമാണ് ശിക്ഷിച്ചിരിക്കുന്നത്, 6 പ്രതികളെ വെറുതെ വിട്ടിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിരുന്നെങ്കിൽ ശിക്ഷിക്കപ്പെടാതെ പോകുമായിരുന്ന 4 പ്രതികളെ കൂടി CBI അന്വേഷിച്ച് അവരെ കുറ്റക്കാരാണെന്ന് CBI കോടതി കണ്ടെത്തിയിരിക്കുന്നു എന്ന മട്ടിൽ അത് സർക്കാരിനേറ്റ പ്രഹരമാണ്, പ്രഹരം നമ്പർ 1. ബാക്കി അതിൻ്റെ കണക്കുകളിലേക്ക് നമ്മൾ വരാം. ഇനി ഇതിൽ എന്തൊക്കെയാണ് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഈ 4 പേരിൽ, അതായത് ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്ത് അതിൽ ഉൾപ്പെടാത്ത 10 പ്രതികളിൽ 4 പ്രതികളെ കോടതി ശിക്ഷിക്കുമ്പോൾ അതിലൊരു പ്രതി സുരേന്ദ്രനാണ്. പ്രതി 15ാമത്തെ പ്രതിയായിട്ട് ചേർത്തിരിക്കുന്ന സുരേന്ദ്രനെതിരെ 302 നിൽക്കും, അതായത് കൊലപാതക കുറ്റം നിൽക്കും. ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ പ്രതികളിൽ ഈ സുരേന്ദ്രൻ ഉൾപ്പെട്ടിട്ടില്ല. അതായത് കൊലപാതക കുറ്റം കണ്ടെത്തിയിരിക്കുന്ന CBI കോടതിയുടെ വിധിയിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുന്ന ഒരു പ്രതിയെ ക്രൈംബ്രാഞ്ചിന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ചുരുങ്ങിയ പക്ഷം ആ വിധത്തിലെങ്കിലും ബാക്കിയുള്ള 3 പേരുടെ കാര്യത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 വർഷത്തിൽ താഴെ മാത്രം ശിക്ഷ ലഭിക്കാവുന്ന ബെയിലബിളായ ഒഫൻസാണ് ചെയ്തിരിക്കുന്നത്. അത് 225 പ്രകാരം, IPC 225 പ്രകാരം നിയമാനുസൃതമായി പോലീസ് ഒരാളെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അതിൽ നിന്ന് അയാളെ മോചിപ്പിക്കാൻ ഒരു ശ്രമം നടത്തുമ്പോൾ ചാർത്തുന്ന കേസാണ്. ഇതാണ് 21ാം പ്രതി രാഘവൻ വെളുത്തോളിക്കെതിരെ, 22ാം പ്രതി KV ഭാസ്കരനെതിരെ, 20ാമത്തെ പ്രതി KV കുഞ്ഞിരാമൻ MLA-ക്കെതിരെ ചാർത്തിയിരിക്കുന്നത്. KV കുഞ്ഞിരാമനെതിരെ ഗൂഢാലോചന കുറ്റമില്ല, കൊലപാതക കുറ്റമില്ല, ഈ കേസിൽ തെളിവ് നശിപ്പിക്കലില്ല, 120B പ്രകാരമുള്ള കുറ്റകൃത്യത്തിലേക്കുള്ള ഗൂഢാലോചനയില്ല. ഇതൊന്നും KV കുഞ്ഞിരാമൻ MLA-ക്കെതിരെ നിലവിലില്ല. KV കുഞ്ഞിരാമൻ MLA-ക്കെതിരെ നിലവിലിരിക്കുന്നതാവട്ടെ IPC 225 പ്രകാരം പോലീസ് പിടിച്ചുകൊണ്ടു പോകുമ്പോൾ 2ാമത്തെ പ്രതിയെ പോലീസ് ജീപ്പിൽ നിന്ന് പിടിച്ചിറക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ്. അതാകട്ടെ GD റിപ്പോർട്ടിലില്ല എന്നതാണ് CPM-ന്റെ ഒരു വേർഷൻ. പക്ഷേ അത് അവിടെ നിന്നാൽ പോലും ഈ KV കുഞ്ഞിരാമനെ പ്രതി ചേർത്തിരിക്കുന്നത് CBI-യുടെ ഇടപെടലിന് ശേഷമാണ്. അത് നിസ്സാരമായ കുറ്റമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും വെളുത്തേടത്ത് രാഘവൻ വെളുത്തോളിയെ പ്രതി ചേർത്തിരിക്കുന്നത് CBI-യുടെ ഇടപെടലിനെ തുടർന്നാണ്. അതും നിസ്സാരമായ ഈ 225 ആണ് ചുമത്തിയിരിക്കുന്നത്. 22ാം പ്രതി KV ഭാസ്കരനെയും പ്രതി ചേർത്തിരിക്കുന്നത് ക്രൈംബ്രാഞ്ചിൽ നിന്ന് വ്യത്യസ്തമായി CBI-യുടെ ഇടപെടൽ കൊണ്ടാണ്. ഇതിലേറ്റവും ഗൗരവമായി ഞാൻ കാണുന്നത് 15ാമത്തെ പ്രതിയെ സുരേന്ദ്രൻ ഇതിൽ നേരിട്ട് ഈ കൊലപാതക കുറ്റത്തിൽ പങ്കെടുത്തയാളാണ് എന്ന മട്ടിൽ CBI 302 ചാർത്തിയിരിക്കുന്നു. ജീവപര്യന്തം തടവ് ലഭിക്കാവുന്ന കൊലപാതക കുറ്റം നേരിട്ട് ചാർത്തിയിരിക്കുന്നു. കൊലപാതക കുറ്റം മാത്രമല്ല, 302 പ്രകാരം കൊലപാതക കുറ്റമുണ്ട്. അതേപോലെ IPC 201 പ്രകാരം തെളിവ് നശിപ്പിക്കലുണ്ട്, 212 പ്രകാരം കുറ്റവാളികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചതുണ്ട്, 143 ഉണ്ട്, 147 ഉണ്ട്, 120B ഉണ്ട്. ഈ വകുപ്പുകളെല്ലാം ചുമത്താൻ പറ്റുന്ന ഒരു പ്രതിയെങ്കിലും ക്രൈംബ്രാഞ്ചിനെ കണ്ടെത്താൻ സാധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ക്രൈംബ്രാഞ്ചിൻ്റെ വീഴ്ചയായിരുന്നു. അപ്പോൾ CBI വേണമെന്നുള്ള കുടുംബത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും ആവശ്യം ന്യായമാകുന്നത് ഈ 4 പ്രതികൾക്ക്, അതിലൊരു പ്രതിക്ക് ഗുരുതരമായ ജീവപര്യന്തം തടവ് വരെ ലഭിക്കാവുന്ന കൊലപാതക കുറ്റം, ബാക്കി KV കുഞ്ഞിരാമൻ MLA അടക്കം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിനടക്കം 3 പേർക്ക് നിസ്സാരമായ കുറ്റമാണെങ്കിലും അവരെയും കുറ്റം ചെയ്തിരിക്കുന്നുവെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് CBI ഈ കേസ് ഏറ്റെടുക്കണമെന്നുള്ള കുടുംബത്തിൻ്റെ ആവശ്യം ന്യായമായിരുന്നു, കോൺഗ്രസിൻ്റെ ആവശ്യം ന്യായമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ ഇതിൽ എന്താണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട്? സംസ്ഥാന സർക്കാർ ഈ കേസ് 2019 ഫെബ്രുവരി 17 കൊലപാതകം നടന്നയുടൻ ലോക്കൽ പോലീസ് ഈ കേസ് അന്വേഷിക്കുന്നു. അതേ ദിവസം തന്നെ ഈ 1ാമത്തെ പ്രതിയായ പീതാംബരനെയും കൂട്ടുകുറ്റവാളിയായ സജിയെയും കസ്റ്റഡിയിലെടുക്കുന്നു. പക്ഷേ അതിനുശേഷം തിടുക്കപ്പെട്ട ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം, ക്രൈംബ്രാഞ്ചിൻ്റെ SPയെ മാറുന്നു. അന്വേഷണം ഉന്നതരിലേക്ക് പോകുന്നു എന്ന് തോന്നുന്ന ഘട്ടത്തിൽ ക്രൈംബ്രാഞ്ചിൻ്റെ തലപ്പത്തിരിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റിക്കൊണ്ടാണ് സർക്കാർ ഇതിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടപെടൽ, രാഷ്ട്രീയ ഇടപെടലുണ്ട് എന്ന് ഒരു സംശയം ജനിപ്പിക്കുന്നത്. അത് ഒന്നും രണ്ടുമല്ല, പല ഘട്ടങ്ങളിലായിട്ട് അതുണ്ടാവുന്നു. വ്യക്തമായ ചില ചോദ്യങ്ങൾ അന്ന് അന്വേഷണ സംഘത്തോട് പ്രതിഭാഗത്തെ ആളുകളും അതേപോലെ തന്നെ പൊതുസമൂഹവും ചോദിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഫോറൻസിക് പരിശോധന നടന്നിട്ടുണ്ടോ? ഈ കേസിൽ ഏറ്റവും നിർണായകമായ ആയുധങ്ങൾ ഒരു കിണറ്റിൽ നിന്ന് കണ്ടെത്തുമ്പോൾ അതിൽ ഫോറൻസിക് പരിശോധന വേണ്ട വിധം നടത്താതെ രക്തക്കര ഫോറൻസിക് റിപ്പോർട്ടോടുകൂടി ആ ആയുധം കണ്ടെടുക്കാതെ ക്രൈംബ്രാഞ്ച് എന്തിന് തിടുക്കപ്പെട്ട് ആ ഫോറൻസിക് പരിശോധന ഇല്ലാതെ ആ ആയുധം കോടതിയുടെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്നു എന്ന വളരെ പ്രസക്തമായ ചോദ്യം ഇന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. ഈ കേസിൽ ഏറ്റവും നിർണായകമായതും ആ എവിഡൻസ് ആയിരുന്നു.
ആ എവിഡൻസ് അടക്കം പല എവിഡൻസുകളും ടാമ്പർ ചെയ്തു ക്രൈംബ്രാഞ്ച് സംഘം എന്നുള്ളതായിരുന്നു കുടുംബത്തിൻ്റെ ഒരു ആരോപണം. കുടുംബം പല ഘട്ടങ്ങളിലും ഈ ആവശ്യം ഉന്നയിച്ചു. കുടുംബത്തിൻ്റെ ആവശ്യം ഇതൊരു CBI അന്വേഷിക്കണം ഈ കേസ് എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതല്ലേ, സോളാർ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടത് പരാതിക്കാരിയല്ലേ. ആ വിഷയത്തിൽ പരാതിക്കാരി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്നൊരു കടലാസിൽ എഴുതി കൊടുത്തപ്പോൾ ഒരു CBI അന്വേഷണം ഈ സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ടെങ്കിൽ പെരിയയിലെ ഇരട്ടക്കൊലപാതക കേസിൽ എന്തുകൊണ്ടാണ് പെരിയയിലെ കൃപേഷിൻ്റെയും ശരത് ലാലിൻ്റെയും കുടുംബം ആവശ്യപ്പെടുമ്പോൾ ഈ കേസിൽ ഈ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല, അത് CBI അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ ന്യായമായും പാർട്ടിക്കതിൽ ബന്ധമില്ലെന്ന് സർക്കാരിന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ, ഒളിച്ചു പിടിക്കാൻ ഒരു പ്രതിയും തങ്ങൾക്കൊപ്പമില്ലെന്ന് സർക്കാരിന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് സർക്കാർ ആ CBI അന്വേഷണത്തെ പിന്താങ്ങാഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെ നോക്കൂ, ഗുരുതരമായ മറ്റൊരു അബദ്ധം കൂടി സർക്കാർ ചെയ്തു. അതിൽ ആദ്യം സിംഗിൾ ബെഞ്ചിലേക്ക് പോയി. സിംഗിൾ ബെഞ്ചിലേക്ക് പോകുന്നതിന് പറയുന്ന സാങ്കേതികമായ ന്യായം എന്ന് പറയുന്നത് കേരള പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയ ഒരു കുറ്റപത്രം സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയാൽ പിന്നൊരു ഹോം വകുപ്പുണ്ടോ, ഇവിടെ ഒരു പോലീസ് ഉണ്ടോ, ഇവിടെ ഒരു സ്റ്റേറ്റിന്റെ അസ്തിത്വത്തെ തന്നെ ഇത് ചോദ്യം ചെയ്യും. അതുകൊണ്ട് സാങ്കേതികമായ ആ കുറ്റപത്രം റദ്ദാക്കിയതിനെതിരെ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയി. ശരി, ഡിവിഷൻ ബെഞ്ചിലെത്തുമ്പോഴോ ഡിവിഷൻ ബെഞ്ചും ആ കുറ്റപത്രം പുനഃസ്ഥാപിച്ചില്ലേ? അതിനുശേഷം പിന്നീട് എന്തിനാണ് ആ ഡിവിഷൻ ബെഞ്ച് അപ്പീൽ ഭാഗികമായി കുറ്റപത്രം പുനഃസ്ഥാപിക്കുകയും തുടരന്വേഷണത്തിന് CBI ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെതിരെ എന്തിനാണ് നിങ്ങൾ സുപ്രീം കോടതിയിൽ പോയത്? ഇതല്ലേ ചോദ്യം. ആ സുപ്രീം കോടതിയിൽ നിങ്ങൾ എന്തിനാണ് സംസ്ഥാനത്ത് പ്രോസിക്യൂഷൻ ഉണ്ടായിട്ടും, സംസ്ഥാനത്ത് DGP ഉണ്ടായിരുന്നിട്ടും, സംസ്ഥാനത്ത് വക്കീലന്മാരുണ്ടായിരുന്നിട്ടും, സർക്കാരിൻ്റെ അഭിഭാഷകർക്കും അപ്പുറം ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലം നൽകുന്ന ഒരു സിറ്റിങ്ങിന് 60 ലക്ഷം രൂപ ഒരു സുപ്രീം കോടതി അഭിഭാഷകൻ വാങ്ങിയെന്നാണ്. സുപ്രീം കോടതിയിൽ ഈ കേസിന് ഒരു അപ്പിയർ ചെയ്യുന്നതിന് വേണ്ടി, അതും BJP സർക്കാരിൻ്റെ കാലത്ത് സോളിസിറ്റർ ജനറലായിരുന്ന അവരുടെ ടീമിൽ ഉണ്ടായിരുന്ന അഭിഭാഷകൻ തന്നെ സുപ്രീം കോടതിയിൽ ഈ പെരിയ ഇരട്ടക്കൊലക്കേസിൽ സർക്കാരിന് അനുകൂലമായി വാദിക്കാൻ സർക്കാർ കണ്ടെത്തുന്നു. ഇവർക്ക് കൊടുത്ത പണം CPMൻ്റെ പണമാണോ? അല്ല. ഇവർക്ക് കൊടുത്ത പണത്തിൽ കൃഷ്ണൻ്റെ നികുതി പണമുണ്ട്, ഇതിൽ ശരത് ലാലിൻ്റെ കുടുംബത്തിന് നികുതി പണമുണ്ട്, ഈ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും നികുതി പണമുണ്ട്. ആ നികുതി പണം ഉപയോഗിച്ച് സർക്കാർ സുപ്രീം കോടതിയിൽ ഇരകളുടെ ആവശ്യമുള്ള CBI അന്വേഷണത്തിനെതിരെ പോകുമ്പോൾ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഒരു കുറ്റകൃത്യം നടന്നാൽ നമ്മളുടെ പൊതുധാരണ അനുസരിച്ച് അത് സ്റ്റേറ്റിനെതിരെ, പൊതുസമൂഹത്തിനെതിരെ നടക്കുന്ന ഒരു കുറ്റകൃത്യം എന്ന നിലയിലാണ്. ആ കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത കൊലയാളികൾക്ക് ശിക്ഷ വിധിക്കണമെങ്കിൽ, ആ ശിക്ഷ നിഷ്പക്ഷമായി തീരണമെങ്കിൽ സംസ്ഥാനത്തെ ഒരു പാർട്ടി, ഭരണകക്ഷിയിൽപ്പെട്ട ആളുകൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു കേസിൽ സ്വാഭാവികമായും നിഷ്പക്ഷ അന്വേഷണം നടക്കുന്നില്ലെന്ന് ഇരകൾക്ക് ബോധ്യപ്പെട്ടാൽ ഒരു CBI വരുന്നതിൽ എന്താ സർക്കാരിന് ഇത്ര ഭയം? ആ ഭയം പ്രതിരോധിക്കാൻ എന്തിനാണ് നികുതിപ്പണം ഉപയോഗിച്ച് സുപ്രീം കോടതിയിൽ പോയത്? വലിയ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഇതുവരെയും കൃത്യമായ ഉത്തരം നമുക്ക് കിട്ടിയിട്ടില്ല. എപ്പോഴും അവർ നൽകുന്ന പ്രതിരോധം സിംഗിൾ ബെഞ്ചിൻ്റെ കുറ്റപത്രം റദ്ദാക്കിയ സാങ്കേതികമായ വിധിക്കെതിരെ ഞങ്ങൾ ഡിവിഷൻ ബെഞ്ചിലേക്ക് അപ്പീൽ പോയിരിക്കുന്നു എന്നുള്ളതാണ്. ശരി, അത് ഡിവിഷൻ ബെഞ്ച് വരെ സമ്മതിച്ചു. ഡിവിഷൻ ബെഞ്ചിനും ആ കുറ്റപത്രം പുനഃസ്ഥാപിച്ചിട്ടും CBI അന്വേഷണം നടത്താനുള്ള ഉത്തരവിട്ടിട്ടും ആ CBI അന്വേഷണത്തിനെതിരെ പോയത് എന്തുകൊണ്ടാണ്? അവിടെയാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ഈ കേസിൽ ഒരു ഗൂഢാലോചന കുറ്റം തെളിയുമോ എന്ന് സംശയമുണ്ടായിരുന്നു സർക്കാരിന്. അതല്ലെങ്കിൽ എന്താവശ്യത്തിലാണ് ഈ KV കുഞ്ഞിരാമൻ MLA രണ്ടാം പ്രതിയെ പോലീസ് ജീപ്പിൽ നിന്ന് പിടിച്ചിറക്കാൻ പോയത്? ഇന്നിപ്പോൾ 225 അദ്ദേഹത്തിനെതിരെ ചാർത്തിയിട്ടുള്ളല്ലോ, അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുള്ളല്ലോ, ചുരുങ്ങിയ പക്ഷം 3 വർഷത്തെയെങ്കിലും തടവനുഭവിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഈ വിഷയങ്ങളിൽ KV കുഞ്ഞിരാമൻ MLA അടക്കം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടെയായ മണികണ്ഠൻ അടക്കം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നൊരു കേസാണ്. അത് കേവലം ലോക്കൽ കമ്മിറ്റിയിലെ അംഗങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു കേസല്ല. നോക്കൂ, ഈ കേസിൽ കൊലപാതകം നടക്കുന്നതിന് തൊട്ട് മുമ്പ് 1-2 ദിവസം മുമ്പ് പീതാംബരൻ ഒരു യോഗം വെച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. 2 ദിവസം മുമ്പ് എന്താ യോഗമെന്ന് പറയുന്നത്? നമ്മൾ രാഷ്ട്രീയ വിശദീകരണ യോഗം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് കൊലപാതകാഹ്വാന യോഗമാണ്. ഫേസ്ബുക്ക് പോസ്റ്റുകളായിട്ട് വരുന്നു. ആ കൊലപാതക ആഹ്വാനത്തിനുള്ളൊരു ഇന്റിമിഡേഷൻ അവിടെയുണ്ട്. അത് നമ്മൾ പറഞ്ഞു തന്നെ പോകണം. ജനുവരി മാസത്തിൽ ഈ പീതാംബരനെ വധിക്കാൻ വേണ്ടി ഒരു വധശ്രമം അവിടെ നടക്കുന്നുണ്ട്. അതിന് പേരിൽ ബേക്കൽ പോലീസ് ഒരു കേസെടുക്കുന്നുണ്ട്. അതിലെ 1-ാം പ്രതിയാണ് ഈ കൊല്ലപ്പെട്ടിരിക്കുന്ന ശരത് ലാൽ, 9-ാമത്തെ പ്രതിയാണ് കൃപേഷ്. അപ്പോൾ അതിനോടുള്ള പ്രതികാരം പീതാംബരൻ തീർക്കുകയാണ്. ഭരിക്കുന്നത് പിണറായി സർക്കാരല്ലേ, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പിണറായി വിജയനല്ലേ. ഇതേ ലോക്കൽ കമ്മിറ്റി അംഗമായ പീതാംബരൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്ക് കൊടുത്തിരിക്കുന്ന ഒരു കത്ത് കോടതിയിൽ 160-ാമത്തെ തെളിവായി എക്സിബിറ്റായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. ആ കത്ത് ഞാൻ വായിച്ചു നോക്കി. ആ കത്തിൽ എന്താ പറയുന്നത്? ഈ സർക്കാരിൽ നിന്ന് നീതി ലഭിക്കുന്നില്ല എന്ന് പറയുന്നത് ഈ കേസിൽ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തിരിക്കുന്ന
ഒന്നാമത്തെ പ്രതി പീതാംബരൻ എന്ന ലോക്കൽ കമ്മിറ്റി അംഗമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ലോക്കൽ കമ്മിറ്റി അംഗത്തിന് പോലും സുരക്ഷയില്ലെന്ന് അയാൾ തന്നെ അയാളുടെ കൈപ്പടയിൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്ക് കത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് സർക്കാരിനേറ്റ അടുത്ത പ്രഹരമാണ്. അതിനെ CPM പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് ദാ നോക്കൂ, ഈ സ്ഥലത്ത് ഒരു തരത്തിലുള്ള സഹായവും പീതാംബരന് കൊലപാതകം ചെയ്യുന്നതിന് മുൻപ് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. നൽകണമായിരുന്നു. നൽകിയിരുന്നെങ്കിൽ അന്ന് ഈ കൃപേഷിനെയും ശരത്ലാലിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പക്ഷേ അവർ ജാമ്യത്തിൽ വിടുന്ന സാഹചര്യമുണ്ടായി. തുടർന്നും ഇവരടക്കമുള്ള സംഘങ്ങൾ ആ പരിസരത്ത് പ്രശ്നം സൃഷ്ടിച്ചു എന്നാണ്. അപ്പോൾ ചുരുക്കത്തിൽ പീതാംബരൻ നിയമം കയ്യിലെടുക്കുന്നു. പീതാംബരൻ മാത്രമല്ല നിയമം കയ്യിലെടുക്കുന്നത്, അതിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ മണികണ്ഠന പ്രതികളെ ഇറക്കുന്നതിന് വേണ്ടി പോകുന്നു. KV കുഞ്ഞിരാമൻ MLA ഈ സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടും ഈ പ്രതികളെ രണ്ടാമത്തെ പ്രതിയെ പോലീസ് ജീപ്പിൽ നിന്ന് ഇറക്കാൻ വേണ്ടി ശ്രമിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് മുന്നിലുള്ളത്. അതുകൊണ്ട് പൊതുസമൂഹത്തിന്റെ മധ്യത്തിൽ നിഷ്പക്ഷമായൊരു അന്വേഷണം CBI നടത്തിയാലേ നടക്കൂ എന്ന് ഇരകളുടെ കുടുംബത്തിന് ബോധ്യമുണ്ടെങ്കിൽ, അത് ഈ സ്റ്റേറ്റിനെതിരെയുള്ളൊരു കുറ്റകൃത്യമായി നമ്മൾ കണക്കാക്കുന്നുണ്ടെങ്കിൽ, നോക്കൂ, ഭീകരവാദികൾ പോലും നടത്താത്ത ആക്രമണത്തിന്റെ രീതിയിലാണ് ആ കൊലപാതകം നടന്നിരിക്കുന്നത്. വെട്ടി മുഖം പോലും തിരിച്ചറിയാനാവാത്ത വിധം വികൃതമാക്കിയാണ് കുടുംബത്തിന് അവരുടെ ശവശരീരങ്ങൾ അവശേഷിപ്പിച്ചു പോയത്. ആ പ്രതികൾ കൂട്ടം ചേർന്ന് മുൻ വൈരാഗ്യത്തോടു കൂടി പ്രതികൾ നടത്തിയ ആക്രമണം 2 ചെറുപ്പക്കാരുടെ ജീവനാണ് എടുത്തിരിക്കുന്നത്. അവർ മറ്റു കേസുകളിൽ പ്രതികളായിരിക്കാം, പക്ഷേ അതിനെ അവർ നേരിടേണ്ടത് എങ്ങനെയായിരുന്നില്ല, അതും ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന സമയത്ത്. നമ്മുടെ മുൻപിലുള്ള തെളിവുകളുണ്ടല്ലോ. ഇടതു സർക്കാരിൻ്റെ കാലത്തും ഇതേപോലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ UDF സർക്കാരിൻ്റെ കാലത്തും ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിലെ രാഷ്ട്രീയ കക്ഷികളിലെ നേതാക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, പ്രതികളാക്കുകയും ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തുമ്പോൾ CBI അന്വേഷണം ആവശ്യമാണ് എന്ന് ഇരകളുടെ കുടുംബം പറയുമ്പോൾ അതിനെ എതിർക്കാൻ സർക്കാരിൻ്റെ ചിലവിൽ വക്കീലന്മാരെ ഉപയോഗിച്ച് കേസ് പോകുന്ന അത്യപൂർവമായിട്ടുള്ള ഒരു സാഹചര്യം കൂടി ഇവിടെ ഉണ്ടാവുന്നു. അത് ഈ സർക്കാരിനേറ്റ തിരിച്ചടിയാണ്. ഈ കേസിൽ സർക്കാർ പാലിക്കേണ്ടിയിരുന്നത് ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവോടുകൂടി CBI എങ്കിൽ CBI വസ്തുത അറിയട്ടെ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകണമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അത് സാധിച്ചില്ല. ഇപ്പോൾ CBI കണ്ടെത്തിയിരിക്കുന്നു. CBI ക്രൈംബ്രാഞ്ച് കണ്ടെത്താത്ത 4 പ്രതികൾക്ക് കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് അവർ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്ന് തെളിഞ്ഞിരിക്കുന്നു. ആ അർത്ഥത്തിൽ കുടുംബത്തിൻ്റെ ആവശ്യം ന്യായമായിരുന്നു, കോൺഗ്രസ് പാർട്ടിയുടെ ആവശ്യവും ന്യായമായിരുന്നു. സർക്കാരിനേറ്റ തിരിച്ചടി തന്നെയാണ് എന്നാണ് എൻ്റെ ടേക്ക്. ഇതിനകത്ത് ഒരു കാര്യം കൂടി ഒന്ന് കൂട്ടിച്ചേർക്കാനുണ്ട്. അതായത് ഇപ്പം നമ്മളൊരു വാദം CPM മുന്നോട്ട് വയ്ക്കുന്നത്, അതായത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പോൾ 14 പ്രതികളുണ്ടായിരുന്നു അല്ലേ? 10 പ്രതികളെയാണ് CBI അന്വേഷിച്ച് പുതുതായിട്ട് ഇതിനകത്ത് പ്രതി ചേർത്തിരിക്കുന്നത്. അതിൽ 4 പേര് മാത്രമേ ശിക്ഷിക്കപ്പെട്ടുള്ളൂ. ബാക്കി പറയുന്ന ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ പ്രതികളെല്ലാം ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ആ അർത്ഥത്തിൽ സംസ്ഥാനത്തെ അന്വേഷണം കൃത്യമായിരുന്നു എന്നുള്ളൊരു വാദമുഖം CPM ഉന്നയിക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ? CBI വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ആദ്യത്തെ 10 പ്രതികളുണ്ടല്ലോ അവർ രക്ഷപ്പെടാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു എന്നതാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CBIയുടെ റോള് ഈ 10 പേരെ കൂടി പ്രതി ചേർത്തു, അതിൽ 4 പേർ മാത്രമേ ശിക്ഷിക്കപ്പെട്ടുള്ളൂ, അതുകൊണ്ട് CBI അങ്ങ് ചമ്മിപ്പോയി എന്നുള്ള നിലയ്ക്കല്ല നമ്മൾ കാണേണ്ടത്. മറിച്ച് ഈ പറയുന്ന 10 പ്രതികളെ, അതായത് ശിക്ഷിക്കപ്പെട്ട 10 പ്രതികളെ രക്ഷപ്പെടാൻ കഴിയും പാകത്തിലുള്ളൊരു കുറ്റപത്രമാണ് ഉണ്ടാക്കി വെച്ചത് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്നതുകൊണ്ടാണ് കോടതി അതിനകത്ത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണമെന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു പ്രശ്നം നേരത്തെ ആരും ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ പറയുന്ന ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ വെപ്പൺസ് സീസ് ചെയ്യുന്നുണ്ട്. സീസ് ചെയ്ത വെപ്പൺസ് വളരെ പെട്ടെന്ന് അത് കൂട്ടി നേരെ മജിസ്ട്രേറ്റിൻ്റെ കോടതിയിലേക്ക് കൊടുത്തു വിടുകയാണ്. ഇവിടെ ഒരു ഫോറൻസിക് സർജൻ വെച്ചിട്ട് ഇത് ഈ പറയുന്ന വൂൺസും അതുപോലെ തന്നെ ഈ വെപ്പണും തമ്മിൽ ടാലി ആവണമല്ലോ. ഈ ടാലിയിങ് പ്രോസസ്സ് ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയൊന്നും നടക്കാതിരിക്കുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ തെളിവുകൾ ഒന്നുകിൽ ടാമ്പർ ചെയ്യുന്നു, അല്ലെങ്കിൽ തെളിവുകൾ മനഃപൂർവ്വമായി ഇല്ലാതാക്കി കളയുന്നു. ഈ ശ്രമം നടത്തുന്ന കുറ്റപത്രമാണ്. അപ്പം 10 പേരെ പ്രതി ചേർത്തിട്ടുണ്ടാവും, അത് ശരി തന്നെയാണെന്നേ. കാരണം വെച്ചാൽ പീതാംബരനെ പ്രതി ചേർക്കാതിരിക്കാൻ പറ്റില്ല, സജിയെ പ്രതി ചേർക്കാതിരിക്കാൻ പറ്റില്ല, അന്ന് അവിടെ യോഗത്തിലുണ്ടായിരുന്ന ഈ പറയുന്ന ആളുകളെ പ്രതി ചേർക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ഇവരെയൊക്കെ രക്ഷപ്പെടാൻ പാകത്തിലുള്ള ഒരു ചാർജ് ഷീറ്റ്, ഒരു കുറ്റപത്രമാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ പിന്നെ CBI എൻട്രി ചെയ്യുമ്പോഴത്തേക്കും മാത്രമാണ് അത് ശരിയാവുക. കുറ്റപത്രത്തെ അന്ന് സിംഗിൾ ബെഞ്ച് പരാമർശം ഇതാണ്. CPM നേതാവിന്റെ മൊഴി വേദവാക്യമായി എടുത്തിട്ടാണോ കുറ്റപത്രം തയ്യാറാക്കിയെന്നാണ് ചോദിച്ചത്. മാത്രമല്ല സ്മൃതി, ഈ കേസിൽ നമ്മളെ ഞെട്ടിച്ചത് ഇതിൽ പലരെയും സാക്ഷികളാക്കി ഫ്രെയിം ചെയ്യുന്നു. കുറ്റപത്രം സാക്ഷികളാക്കി ഫ്രെയിം ചെയ്യുന്നതിന്റെ കാരണം എന്താ? ഈ സാക്ഷികളെല്ലാം ആരുടെ പാർട്ടി മെമ്പേഴ്സാ? ഈ CPMന്റെ പാർട്ടി അംഗങ്ങളാണ് സാക്ഷികൾ. അവർ നാളെ കൂറുമാറുന്നവരാണ്. മാത്രമല്ല വലിയ കൂറുമാറ്റം നടന്നിട്ടുണ്ട് കോൺഗ്രസ്. പാർട്ടി മാറുന്നു. അപ്പുറത്തെ മുഴുവൻ രേഖകളും സമാഹരിച്ച ശേഷം ബാധിച്ച അഭിഭാഷകനെ പോലും മറുഭാഗത്തേക്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ ആദ്യം ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അതിലുള്ള സാക്ഷികളെ വിലക്കെടുക്കില്ലായിരുന്നു. എന്താ ഉറപ്പ്? മാത്രമല്ല സാക്ഷികൾ പാർട്ടി കൂറുള്ളവരുമാണ്. അപ്പോൾ അങ്ങനെ ചാർജ് ചെയ്തിരിക്കുന്ന ഒരു ചാർജ് ഷീറ്റിനെ മറികടന്നാണ് CBI ഒരു ചാർജ് ഷീറ്റ് കൊടുത്തിരിക്കുന്നത്. ആ അർത്ഥത്തിൽ ഈ 4 പേരെ ശിക്ഷിച്ചു എന്നത് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഈ 14 പേരെയും ശിക്ഷിക്കാൻ ആവശ്യമായ രീതിയിൽ CBI അന്വേഷണം നടത്തിയിരിക്കുന്നുവെന്നാണ് നമ്മൾ മനസ്സിലായിരിക്കുന്നത്. തീർച്ചയായും സർക്കാരിനേറ്റ അടി തന്നെയാണെന്നാണ്. അതുകൊണ്ടാണ് CBI അന്വേഷണത്തെ എതിർത്തത്. അതായത് ഈ ചാർജ് ഷീറ്റ് പുനഃസ്ഥാപിക്കുന്നിടത്ത് ഈ പ്രശ്നം തീരുമായിരുന്നുവെങ്കിൽ
എങ്കിൽ അതിപ്പോൾ ഒരു അഭിമാന പ്രശ്നമാണെന്ന് വിചാരിക്കാം. അതായത് സിംഗിൾ ബെഞ്ചിലേക്ക് പോകുന്നു, ചാർജ് ഷീറ്റ് റദ്ദാക്കുന്നു, അതൊരു അഭിമാന പ്രശ്നമാണ്. കാരണം സ്റ്റേറ്റിന്റെ ഏജൻസി അന്വേഷിക്കുന്ന ഒരു കേസിലെ കുറ്റപത്രം ഒരു സിംഗിൾ ബെഞ്ച് റദ്ദാക്കുക എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിന്റെ മുഖത്തടിക്കുന്നത് തുല്യമാണ്. സ്വാഭാവികമായിട്ടും സ്റ്റേറ്റ് അതിന് മേലിൽ അപ്പീൽ പോകും. അപ്പീൽ പോയി കഴിഞ്ഞ് ഡിവിഷൻ ബെഞ്ച് അത് പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്റ്റേറ്റിന്റെ റോള് കഴിഞ്ഞു. പിന്നെ CBI ആണ് അന്വേഷിക്കുന്നതെങ്കിൽ. പക്ഷെ പ്രശ്നം എന്താ, CBI അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ കുറ്റപത്രം മുഴുവൻ മാറുമെന്ന് പിന്നെ അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് CBI അന്വേഷണത്തെ എതിർക്കുകയും പിന്നെ 2 വർഷത്തോളമുള്ള നിയമ പോരാട്ടമാണ്. അപ്പോഴൊക്കെ ഈ അന്വേഷണം അങ്ങ് ഇല്ലാതാകുന്നു എന്നുള്ളതല്ല, ഈ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ സാക്ഷികൾ ഉറച്ചു നിൽക്കുമെന്ന് എന്ത് ഉറപ്പാണെന്നേ ഉള്ളത്. ആ സാധ്യതകളെ എല്ലാം പിന്നെ എന്താ പറയുക, അതിനൊക്കെയുള്ള സമയം നൽകിക്കൊണ്ടൊരു നിയമ പോരാട്ടം നടത്തിയത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള വലിയൊരു വീഴ്ചയാണ്. സർക്കാരിനേറ്റ അടി തന്നെയാണ് എന്നാണ് 3 പേരുടെയും അഭിപ്രായം. Meet the editors.